യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 15 മാസം പിന്നിട്ട ഗാസ യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് വെടിനിർത്തൽ കരാറിന് ഇസ്രായേലും ഹമാസും അംഗീകാരം നൽകിയിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് കടന്നാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിൽ 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 250 പേരെ ഹമാസ് ബന്ദികളുമാക്കി. ഈ യുദ്ധത്തിൽ ആകെ 46,707 പേർ മരിക്കുകയും 1,10,265 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. യുദ്ധം അവസാനിക്കുന്നു എന്നത് ലോകത്തിന് മുഴുവൻ ആശ്വാസം നൽകുന്ന സംഗതി ആണ്. ഇസ്രായേലിൻ്റെ ചരിത്രം അത്ഭുതകരമാണ്. ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡേവിഡ് ബെൻ ഗൂറിയൻ പറഞ്ഞൊരു പ്രസ്താവന ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഇൻ ഓർഡർ ടു ബി എ റിയാലിസ്റ്റ് യു മസ്റ്റ് ബിലീവ് ഇൻ മിറക്കിൾസ്. ഒരു യാഥാർത്ഥ്യവാദിയാകണമെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ച അത്ഭുതകരമായ വിടുതൽ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ വിധത്തിൽ പറഞ്ഞത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് അനുഭവിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുകയും ചെയ്തവരാണ്. തൽഫലമായി ശത്രുക്കൾ അവരെ ഞെരുക്കിക്കൊണ്ടേയിരുന്നു. ഈ സമയങ്ങളിലെല്ലാം അവർ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് ലഭിച്ച ഒരു വിടുതലിനെ ഓർപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് 1 ശമൂവേൽ 7:5-14 വരെയുള്ള വാക്യങ്ങൾ. ശമൂവേലിൻ്റെ നിർദ്ദേശപ്രകാരം മിസ്പയിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ ജനം ഉപവസിക്കുകയും ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുകയും ചെയ്തു. ഇസ്രായേൽ ജനം മിസ്പയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന് കേട്ട ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധത്തിനായിട്ട് വന്നു. അത് കേട്ട ജനം ഭയപ്പെട്ടു. 1 ശമൂവേൽ 7:7. ശമൂവേൽ ജനത്തിനു വേണ്ടി യഹോവയ്ക്ക് ഹോമയാഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും യഹോവ പടയ്ക്ക് അടുത്ത ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കുകയും ചെയ്തു. ഭയപ്പെട്ട ഫെലിസ്ത്യരെ ഇസ്രായേൽ തോൽപ്പിച്ചു. യുദ്ധത്തിൽ ലഭിച്ച വിജയം ആഘോഷിച്ചുകൊണ്ട് ശമൂവേൽ മിസ്പയ്ക്കും ഷേനിനും വച്ചൊരു കല്ല് നാട്ടി അതിന് പേര് നൽകി ഏബൻ ഏസർ. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. 1 ശമൂവേൽ 7:12. ഫെലിസ്ത്യരിൽ നിന്ന് ദൈവസഹായത്താൽ ലഭിച്ച വിടുതലിൻ്റെ ഓർമ്മയെ നിലനിർത്തുന്ന കല്ല് ഏബൻ ഏസർ. ഇവിടെ 4 കാര്യങ്ങളാണ് നമ്മെ ഓർപ്പിക്കുന്നത്. 1. കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച ദിവ്യ സംരക്ഷണയുടെ ഓർമ്മ. ദൈവം തൻ്റെ ജനത്തെ അതിശയകരമായി നടത്തിയത് ഓർക്കുകയും അത് അംഗീകരിച്ച് സ്തോത്രമർപ്പിക്കുകയും ചെയ്യുന്നവർ. നമുക്കും ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല ഇന്നും ആരോഗ്യത്തോട് നിൽക്കുന്നത്. കൂരിൽ താഴെ കൂടിയും ഉത്തരം ലഭിക്കാത്ത അവസ്ഥകളിൽ കൂടിയും നാം കടന്നുപോയിട്ടുണ്ട്. സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്നോർത്ത് നാം നിലവിളിച്ചിട്ടും ഉണ്ട്. ഈ സമയമെല്ലാം പരമാർത്ഥ ഹൃദയത്തോടെ നമ്മെ നടത്തിയത് യഹോവയായ ദൈവമാണ്. അവൻ്റെ നടത്തിപ്പിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. 2. കഴിഞ്ഞ കാലങ്ങളിൽ നിലവിളിച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചതിൻ്റെ ഓർമ്മ. ശമൂവേലിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു ഫെലിസ്ത്യരുടെ മേൽ ഉള്ള അവരുടെ വിജയം. അനേക ദൈവജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഗാസ യുദ്ധത്തിന് വിരാമം നൽകിയിരിക്കുന്നത്. നമ്മുടെ അനേക പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട്. ഉത്തരം ലഭിച്ചതും ലഭിക്കാത്തതുമായ പ്രാർത്ഥനകളുണ്ട്. ഉത്തരം ഉണ്ടല്ലോ എന്ന് നാം ഓർത്ത് ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥനകളെ എണ്ണി നോക്കിയാൽ ദൈവം മറുപടി നൽകിയ പ്രാർത്ഥനകളായിരിക്കും എണ്ണത്തിൽ അധികമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് നൽകിയ മറുപടിക്കായി നന്ദി പറയാം. 3. നമ്മോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഓർമ്മ. പലപ്പോഴും അവിശ്വസ്തത കാട്ടിയിട്ടും ദൈവം വിശ്വസ്തനായി ഇസ്രായേലിനെ നടത്തി. നാമും പലപ്പോഴും ദൈവത്തോട് അവിശ്വസ്തരായിരുന്നിട്ടില്ലേ? അപ്പോഴൊക്കെ നമ്മെ ഉപേക്ഷിക്കാതെ വിശ്വസ്തത കാട്ടിയവനാ നമ്മുടെ ദൈവം. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്,
നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തന. 1 കൊരിന്ത്യർ 1:9 തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറച്ച് പരിചയം പലകയുമായി വിശ്വസ്തത കാറ്റിയവനാ നമ്മളുടെ ദൈവം. സങ്കീർത്തനം 91:4. ഒരു നന്മയും അവൻ നമുക്ക് മുടക്കിയിട്ടില്ല. സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് നൽകുന്ന ഉറപ്പ് യഹോവയുടെ വിശ്വസ്തത തലമുറയോളം ഉണ്ടായിരിക്കുമെന്ന 119:90. അവൻ്റെ ഈ ഉറപ്പിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് നന്ദി പറയാം. 4. ഇപ്പോൾ മാത്രമല്ല, ഭാവിയിലും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം നമ്മെ പരിപാലിക്കും. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നമ്മെ നടത്തുക തന്നെ ചെയ്യും. അതെ, ഇനിയും നമ്മെ നടത്തുവാൻ ശക്തനായവനാ നമ്മളുടെ ദൈവം. ഇന്നുകൊണ്ട് നമ്മോടുള്ള കരുതൽ തീരുകയില്ല. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സഹായിച്ച ദൈവം തുടർന്ന് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ ആകുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അതെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതിനാൽ ഭയപ്പെടാതെ അവൻ നമ്മിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് യാത്ര തുടരാം. കർത്താവേ, എല്ലാ നാളും കൂടെയുണ്ട് എന്ന് വാക്ക് നൽകിയിരിക്കുന്നതിനായി ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എബനേസർ